കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. നിന്റെ അമ്മയ്ക്ക് ദുരിതം സമ്മാനിച്ച് രക്ഷപ്പെട്ടു പോയതല്ലേ ഞാൻ? മനഃപൂർവ്വം അല്ലല്ലോ അത്. ഇനി അങ്ങനെ ആയിരുന്നെങ്കിൽ കൂടി അമ്മയ്ക്ക് ദേഷ്യം ഉണ്ടാവില്ലായിരുന്നു. അത്രയ്ക്കിഷ്ടം ആ മനസ്സിൽ അച്ഛനോട്. അച്ഛന്റെ ചിത്രം എന്റെ മനസ്സിൽ പതിഞ്ഞത് അമ്മയുടെ വാക്കുകളിലൂടെയാ. അമ്മ ഒരു വിഗ്രഹം പോലെ അച്ഛനെ മനസ്സിൽ പ്രദർശിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ മറ്റൊരു തരത്തിലാണ് അമ്മ പറഞ്ഞു തന്നിരുന്നതെങ്കിൽ എന്റെ നിലപാട് മറ്റൊന്നാകുമായിരുന്നു. അമ്മ ചതിച്ചിട്ട് പോയ ദുഷ്ടൻ എന്ന പ്രതിച്ഛായ എന്റെ മനസ്സിൽ പതിയുമായിരുന്നു. ദേവികയുടെ ആ വലിയ മനസ്സിനെ മാനിക്കുകയാണ് ഞാൻ. അയ്യോ, പ്രശ്നമായല്ലോ. എന്താച്ചാ അതാരാ? പിന്നെ പറയാം. ഹലോ, എന്താ അച്ഛനും മോളും കൂടെ വഴിയരിയിലൊരു ചർച്ച? അല്ല, ഗംഗമോള് സ്ഥലത്തുണ്ടായിരുന്നു? അവൾക്കിപ്പോ വെക്കേഷനാ. ഓ, എന്നിട്ട് ഗീതയെ കാണാൻ വീട്ടിലോട്ട് വന്നില്ലല്ലോ? അത് വരാനിരിക്കുകയായിരുന്നു. ആ അതെ. എടി ഗംഗെ, നിനക്ക് എന്നോട് എന്തോ പിണക്കമുണ്ടെന്നാ തോന്നുന്നേ. എന്താ ഒന്നും മിണ്ടുന്നില്ലല്ലോ? ഒന്നുമില്ല. ഇണങ്ങിയാലും പിണങ്ങിയാലും മനസ്സിലുള്ളത് ഞാൻ വെട്ടി തുറന്നു പറയും. അത് ഈ യൂണിഫോം ഇട്ടത് കൊണ്ടല്ല, അതെന്റെ ഒരു സത്യസന്ധതയാണ്. അതെ 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 മോളെ. പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ മാഷെ? ഇല്ല ഇല്ല ഇല്ല. വേണമെങ്കിലേ രണ്ടുപേരെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. വണ്ടിക്കൂലി ലാഭിക്കാമല്ലോ. സർക്കാർ ചെലവിൽ വീട്ടിലെത്തിക്കുകയും ചെയ്യാം. ജീപ്പിലോട്ട് കേറ്. അയ്യോ വേണ്ട വേണ്ട. പോലീസ് ജീപ്പിൽ കയറാനുള്ള മടി കൊണ്ടാണോ? SA ആയിട്ടല്ല, ബന്ധുവായിട്ടാ ഞാൻ വിളിക്കുന്നേ. അതുകൊണ്ടല്ല, മോളുടെ ഒരു കൂട്ടുകാരി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടിയെ കാത്തു നിൽക്കാൻ ഞങ്ങള്. ഓ, അത് ശരി. എന്നാ പിന്നെ എങ്ങനെ ആയിക്കോട്ടെ. കൂട്ടുകാരി വരാറായോ മോളെ? എങ്കിൽ പിന്നെ ഞാൻ പോകുന്നു. അപ്പൊ ശരി. വിട്ടോ വിട്ടോ വിട്ടോ. ആരാ അത്? ബാഹുലേയൻ, ഉപദ്രവകാരിയാ. ഇയാളുടെ മോനാ എന്റെ മൂത്ത മോളെ കെട്ടിയിരിക്കുന്നത്. ഗീതയെ, ഗംഗയുടെ മൂത്തതേ. അപ്പോ എന്റെയും ചേച്ചിയല്ലേ? ഇനി ഞാൻ നിൽക്കുന്നില്ല, പോട്ടെ. ഞാൻ നാളെ തന്നെ അങ്ങോട്ട് വരാമെന്ന് നോക്കട്ടെ മോളെ. ദേവിയോട് പറഞ്ഞേക്ക്. ശരി. ഇനി വൈകിക്കണ്ട, ചെല്ല്.
കാര്യം ഞാൻ ചോദിച്ചാ ഗിരി മനസ്സിലുള്ളത് തുറന്നു പറയണം. എന്തിനാ ഒരു ആമുഖം? മനസ്സിലുള്ളത് ഇതുവരെ ഞാൻ ഗംഗയോട് മറച്ചു വെച്ചിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ ഒഴികെ എല്ലാവരും ആ ബാങ്കുകാരന്റെ കല്യാണ കാര്യത്തിൽ അനുകൂലമാണ്. ആലോചന മുന്നോട്ട് പോകാനാണ് 90% സാധ്യത. അയാള് വന്ന് ഒന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ എന്നാ ആദ്യത്തെ സ്റ്റെപ്പ്. അത് കഴിയുമ്പോ പറയും നാളും പൊരുത്തം അസലാണെന്ന്. ഈ ബന്ധം നടന്ന രണ്ടാളും ഉടലോടെ സ്വർഗത്തിൽ പോകുന്നു. അപ്പൊ ഞാൻ സമ്മതിക്കാതിരുന്ന അമ്മയുടെ വകയെ ഭീഷണി ഉണ്ടാവും. അച്ഛൻ നിരാഹാരം കിടക്കും. എന്നിട്ടും വഴങ്ങില്ലെന്ന് കണ്ട ആത്മഹത്യ ചെയ്യുന്ന രണ്ടുപേരും കൂടി അങ്ങ് പ്രസ്താവിക്കും. എന്നിട്ട് കല്യാണ തീയതി അങ്ങ് നിശ്ചയിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ആ വിവാഹത്തിന് സമ്മതിക്കണോ? ഗംഗേ, പിന്നെ ഇങ്ങനെ മിണ്ടാതെ നിന്നാ ഞാൻ എന്ത് വിചാരിക്കണം? എന്താ പറയേണ്ടതെന്ന് എനിക്ക് വ്യക്തമല്ല. എനിക്ക് വ്യക്തമാണ്. പറയേണ്ട കാര്യമല്ല, ചെയ്യേണ്ട കാര്യം, ചെയ്യാനുള്ള കാര്യം. അങ്ങനെ ഒരു ചുറ്റുപാട് വന്നാ ഞാനിങ്ങ് ഇറങ്ങി വരും. അതിന്റെ പേര് എന്റെ വീട്ടിൽ ആത്മഹത്യയോ കൊലപാതകമോ എന്ത് നടന്നാലും വിഷയമല്ല. ഞാൻ ഇറങ്ങി പോരും. അപ്പോ ഗിരിയുടെ നിലപാട് എന്തായിരിക്കും? അതാ എനിക്ക് അറിയേണ്ടത്. സംശയം എന്ത്? വീടിന്റെ ഗേറ്റിന് വെളിയിൽ ഞാനുണ്ടാവും. തുടർന്നുള്ള യാത്ര ജീവിതത്തിലേക്കായാലും മരണത്തിലേക്കായാലും നമ്മൾ ഒരുമിച്ച്. അല്ലെങ്കിൽ പിന്നെ ഇപ്പോഴുള്ള ഈ സംസാരത്തിന് തന്നെ അർത്ഥമില്ലാതെയാവും. ആ ഉറപ്പ് മതി എനിക്ക്. ഇനി ധൈര്യമുണ്ട്. എന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ നിനക്കറിയാവുന്നതല്ലേ? ഉടനെ ഒരു കുടുംബഭാരം തലയിലേറ്റാനുള്ള അവസ്ഥ അല്ല എനിക്ക്. അല്ലെങ്കിൽ ഈ നിമിഷം ഞാൻ ഈ കൈ പിടിച്ച് കൂടെ കൊണ്ടുപോയനെ. എനിക്കറിയാം ഗിരി. അതേസമയം എനിക്ക് പ്രതീക്ഷയുള്ളത് സോളമനില്ല. എന്റെ സിറ്റുവേഷൻ അവന് നല്ലതുപോലെ അറിയാം. എന്റെ ഈ അവസ്ഥയിൽ ഒരു തൊഴിലും വരുമാനവും അത്യാവശ്യമാണെന്നും അവനറിയാം. അതിനുവേണ്ടി സോളമൻ ശ്രമിക്കും. സഹായിക്കാമെന്ന് വാക്ക് പറഞ്ഞ അതിനർത്ഥം അവൻ എന്തോ വഴി കണ്ടിട്ടുണ്ടെന്ന്. ഇനി അത് ശരിയാവാൻ വേണ്ടിയ എന്റെ പ്രാർത്ഥന. വലിയ ആൾക്കൂട്ടവും പന്തലും സമൃദ്ധമായ സദ്യയുമുള്ള ഒരു കല്യാണമല്ല എന്റെ സ്വപ്നത്തിൽ. രജിസ്റ്റർ മാരേജ് മതി. മഞ്ഞ ചരടിൽ കോർത്ത ഒരു താലി വേണം. പക്ഷേ അതേ കഴുത്തിൽ അണിയിക്കുന്നത് ഗിരിയായിരിക്കണം. അല്ലേ? തിരുവനന്തപുരത്തേക്ക് പോകാനെന്നും പറഞ്ഞിറങ്ങിയ ആള് ദാ വരുന്നു. ഇതെന്തു പറ്റി? യാത്ര നാളെ ആക്കാന്ന് വിചാരിച്ചു. സത്യം പറ മാഷേ, എന്തു പറ്റി? ഒന്നാമതേ പുറപ്പെടാൻ വൈകി. അതിവിടെ വെച്ച് ഞാൻ പറഞ്ഞതല്ലേ, അപ്പൊ കൂട്ടാക്കിയില്ല. ഇന്നിനി പോയാൽ അങ്ങെത്താൻ ഒരുപാട് വൈകും. എന്നാലും ഓഫീസുകളെല്ലാം വൈകിട്ട് 5 മണി വരെ ഇല്ലേ? ഏത് ഓഫീസിന്റെ കാര്യം നീ പറയുന്നത്? അത് കൊള്ളാം. പെൻഷന്റെ കാര്യത്തിന് പിന്നെ ഓഫീസിലല്ലാതെ മ്യൂസിയത്തിലാണോ പോകേണ്ടത്? ഓ അതോ. ആകെ മൊത്തം ലക്ഷണം കണ്ടിട്ട് വേറെന്തോ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നുമില്ലെന്നേ. അതെ, മറ്റൊന്നുമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേപ്പർ എടുക്കാൻ പറഞ്ഞു. ധൃതി കടയിൽ അത് ഇവിടെ വെച്ചിട്ടാ പോയെ. അപ്പൊ നാളെ പോകാൻ തീരുമാനിച്ചോ? അതെ, ഇനി മാറ്റമില്ല. ശാരദേ, ആ ശാരദേ, ദാ വരുന്നു. ഗംഗ എവിടെ? അവൾ എൻ്റെ കൂടെ അമ്പലത്തിൽ വന്നിട്ട് അതുവഴി ഒരു കൂട്ടുകാരിയുടെ അടുത്ത് പോയി. ഇവിടെ വെച്ചാ പറഞ്ഞിരുന്നല്ലേ? എന്നിട്ട് ഇതുവരെ ഇങ്ങ് വന്നില്ലേ? ഇല്ല. ഏത് കൂട്ടുകാരിന്നാ പറഞ്ഞേ? പേര് പറഞ്ഞല്ലോ. ഞാനതങ്ങ് മറന്നുപോയി. മുമ്പ് ഇവിടെ വന്നിട്ടുള്ള കുട്ടിയാ. ഇതൊക്കെ കൃത്യമായി അറിഞ്ഞു ഓർത്തും വെക്കേണ്ടതല്ലേ? അതെന്താ അങ്ങനെ പറഞ്ഞത്? പ്രായം തികഞ്ഞ പെൺകുട്ടിയാ. പട്ടണത്തിലെ പഠിപ്പും താമസവും കഴിഞ്ഞിട്ട് വന്നിട്ടല്ലേ ഉള്ളൂ. എപ്പോഴും നമുക്കൊരു ശ്രദ്ധ വേണം. മാഷെ, ഗംഗയെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ മാഷിനോട്? അതുകൊണ്ടൊന്നും അല്ല ശാരദേ. നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. എവിടെ പോകുന്നു, ആരെ കാണുന്നു, എന്തിനു കാണുന്നു എന്നൊക്കെ അറിയണം. അത് ആവശ്യം മാത്രമല്ല, നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. കുറെ കൂടി നേരത്തെ വരാൻ നന്ദനോട് പറയേണ്ടതായിരുന്നു. കല്യാണം കഴിവതും വേഗം നടത്തിയാൽ സ്വസ്ഥത കിട്ടുമല്ലോ.
സത്യത്തിൽ നിങ്ങൾ എന്ത് തീരുമാനിച്ചാണ് പിരിഞ്ഞത്? ഗിരിയുടെ ഇന്റിമേറ്റ് ഫ്രണ്ടാ സോളമൻ. പുള്ളി ശ്രമിച്ച ഒരു ജോലി ശരിയാവാതിരിക്കില്ല. തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ടായ ഗിരി എന്നെ വന്ന് വിളിക്കും. അപ്പോ ഇറങ്ങി ചെല്ലാമെന്ന് നീ അയക്ക് വാക്കു കൊടുത്തോ? അതെ, അതിനല്ലേ ഞങ്ങൾ അത്യാവശ്യമായിട്ട് ഇപ്പൊ കണ്ടത്. കണ്ടതും സംസാരിച്ചതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഗിരി വന്ന് വിളിച്ചാൽ ഗംഗ കൂടെ ഇറങ്ങി ചെല്ലൂ? തീർച്ചയായും. നേരെ ഞങ്ങള് സബ് രജിസ്റ്റർ ഓഫീസിലേക്ക് പോകും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ എതിർപ്പുകൾക്കൊരു പരിധി ഉണ്ടാവുമല്ലോ. ഉമ എന്തോന്നും പറയാതെ? എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത അഭിപ്രായം. ഇപ്പോഴത്തെ തീരുമാനം ആത്മഹത്യാപരമാണെന്ന് ഞാൻ പറയുന്നു. ഉമേ, എടുത്തുചാട്ടമായിരിക്കും അത്. ഗിരിയുമായുള്ള അടുപ്പത്തെ പറ്റി അറിഞ്ഞ അച്ഛനും അമ്മയെ എതിർക്കുമെന്നാണല്ലോ നിന്റെ ഭയം. അത് വാസ്തവത്തിൽ ഗംഗ സങ്കല്പിച്ചുണ്ടാക്കിയ ഭയമാണെങ്കിലോ? അതല്ല മുൻവിധിയാണെങ്കിലോ? അവർ എതിർക്കുന്നില്ലെങ്കിലോ? ഉമയ്ക്ക് അറിയാഞ്ഞിട്ടാ. ഗിരിക്ക് പറയാൻ ഒരു വരുമാനവും ഇല്ല. വീട്ടില് പല പ്രശ്നങ്ങളാ. ലോകത്തിൽ അങ്ങനെ ഒരു ഗിരി മാത്രമല്ല ഉള്ളത്. അവരെല്ലാം വീട്ടുകാരറിയാതെ ഒളിച്ചോടിപ്പോയി രജിസ്റ്റർ മാരേജ് ചെയ്യുന്നില്ല. നിങ്ങൾ അങ്ങനെ പോയാ ഗിരിയുടെ വീട്ടിലെ നൂറുകൂട്ടം പ്രശ്നങ്ങൾക്ക് പരിഹാരമാവൂ? കൂട്ടുകാരന്റെ സഹായത്തോടെ ലഭിക്കുന്ന ഒരു ജോലി കൊണ്ട് എല്ലാം തികയോ? ഞാൻ ഗിരിയെ മറക്കണമെന്നാണോ നീ പറയുന്നത്? അല്ല, അച്ഛനെയോ അമ്മയോ ഓർക്കണോന്നാ പറയുന്നത്. ഗീതേച്ചിയെ നിന്നെയും എങ്ങനെ മാഷങ്ങൾ വളർത്തിയെന്ന് ഓർത്തു നോക്കും. ചേച്ചിയുടെ കല്യാണം അന്തസ്സായിട്ടാ നടത്തിയത്. എന്നാൽ പാവത്തിന്റെ ജീവിതം സംതൃപ്തമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി അച്ഛന്റെയും അമ്മയുടെയും പ്രതീക്ഷ നീയാണ്. ആ പ്രതീക്ഷ തല്ലിക്കെടുത്തിയിട്ട് കടന്നു കളയാനാണ് നീ ഇപ്പൊ ആലോചിക്കുന്നത്. അവരുടെ കൺവട്ടത്ത് നിന്നും നിനക്ക് പോവാം. പക്ഷെ ആ മനസ്സുകളിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റുമോ? അവരെ വേദനിപ്പിച്ചിട്ട് പോയാൽ ഒരു നല്ല ജീവിതം കിട്ടുമോ? അതുകൊണ്ട് നീ ചെയ്യേണ്ടത് മറ്റൊന്നാണ്. ഗിരിയെക്കുറിച്ചും അയാളുടെ ചുറ്റുപാടിനെ കുറിച്ചും നിങ്ങളുടെ ഇഷ്ടത്തെക്കുറിച്ചും അച്ഛനോട് തുറന്നു പറയാ. ഉമ്മേ, മാഷെങ്കിലും നിന്റെ ഇഷ്ടത്തിന് എതിര് നിൽക്കില്ല. കേൾക്കുന്ന മാത്രയിൽ ഒരുപക്ഷെ പച്ചക്കൊടി കാണിച്ചില്ലെന്നും വരാം. നിങ്ങളുടെ സ്നേഹം ഉറപ്പുള്ളതാണെന്നും തീരുമാനം ബലമുള്ളതാണെന്നും ബോധ്യപ്പെട്ട അദ്ദേഹം മറിച്ച് ചിന്തിക്കും. എന്തായാലും വീട്ടുകാരെ വഞ്ചിച്ചുകൊണ്ട് ഒരു ഒളിച്ചോട്ടം വേണ്ട ഗംഗെ. അച്ഛനിപ്പോ നന്ദഗോപനെ കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. അതിനിടയിൽ എന്ത് പറഞ്ഞാലും ഏൽക്കില്ല. പെണ്ണുകാണലിന് തീയതി നിശ്ചയിച്ചു പോയി. ആ ചടങ്ങൊന്ന് കഴിഞ്ഞോട്ടെ. എനിക്ക് നന്ദഗോപനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ആദ്യം പറയാം. പിന്നീട് ഗിരിയെ കുറിച്ച് പറയാം. അതായിരിക്കും നല്ലത്. ആഹാ, അച്ഛൻ പോയില്ലേ? എവിടെ? തിരുവനന്തപുരത്ത്. പോയെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ നിൽക്കും. എന്തു പറ്റി? ബസ്സുകാരുടെ മിന്നൽ പണി മുടക്കും ഹർത്താലും ഒന്നുമല്ല കാരണം. അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചറിഞ്ഞാ മതി. അച്ഛൻ എന്താ പതിവില്ലാതെ ഇത്ര ഗൗരവത്തിൽ? ഞാൻ കാര്യം ചോദിച്ചു എന്നല്ലേ ഉള്ളൂ. അച്ഛന് ദേഷ്യം വന്നാലും അമ്മയ്ക്ക് ദേഷ്യം വന്നാലും തീർക്കുന്നത് എന്റെ നേരെയാണല്ലോ. ഞാനതിന് ദേഷ്യപ്പെട്ടോ? അട്ടെ, നീ എവിടെ പോയിരുന്നു? അത് അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയാം. എന്നിട്ട് ഫ്രണ്ടിനെ കണ്ടോ? കണ്ടു. ഫ്രണ്ട് എന്ന് പറയുമ്പോ കൂട്ടുകാരിയോ അതോ കൂട്ടുകാരനോ? അതിനെനിക്ക് കൂട്ടുകാരികളേ ഉള്ളൂ. എന്നിട്ട് കൂട്ടുകാരിയുടെ വീട്ടിൽ പോയിട്ടാണോ കണ്ടത് അതോ വഴിയിൽ എവിടെയെങ്കിലും വെച്ചായിരുന്നു കൂടിക്കാഴ്ച? അത് ബസ് സ്റ്റാൻഡിനടുത്ത് വെച്ചാ കണ്ടത്. ഞാനും ടൗണിൽ ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. അമ്മ കാത്തിരിക്കുക, അകത്തേക്ക് ചെല്ല്. സർക്കിട്ട് കഴിഞ്ഞ് എത്തിയോ? അച്ഛൻ എന്താ അമ്മ തിരുവനന്തപുരം യാത്ര ക്യാൻസൽ ചെയ്തത്? ആർക്കറിയാം, നാളെ പോകുന്നുള്ളത്രേ. എന്നിട്ട് അച്ഛൻ ടൗണിൽ പോയത് എന്തിനാ? എനിക്കറിഞ്ഞൂടാ. ചിലപ്പോ എന്തെങ്കിലും ചോദിച്ചാൽ വ്യക്തമായിട്ടൊന്നും പറയില്ല. വീണ്ടും ചോദിച്ചാൽ ദേഷ്യപ്പെടുക.
അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ? എന്തു പറയാനാ? അല്ല, പ്രത്യേകമായിട്ട് എന്തെങ്കിലും പറഞ്ഞോന്ന്. ആരെങ്കിലും കണ്ടതായോ മറ്റോ? ആരെ കണ്ടെന്നാ? ചേടാ, അച്ഛനും മോക്കും ഇതെന്ത് പറ്റി? അവിടെ ഇവിടെയും തൊടാതെ ഓരോ വർത്തമാനങ്ങള്. ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു. എന്താ? കഴിവതും വേഗം നിന്റെ കല്യാണം നടത്തണമെന്ന്. അച്ഛനെന്തോ തീരുമാനമെടുത്ത മട്ട. അമൃതും വിഷവും ചേരും ശ്രീനീലകണ്ഠ അണിയും തീയും നീരും നീ ശൈലകാന്ത അമൃതും വിഷവും ചേരും ശ്രീനീലകണ്ഠ അണിയും. സത്യം പറഞ്ഞാൽ ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലായി. മൊബൈൽ ഫോൺ കൊണ്ടു കിടക്കുന്ന ശീലമില്ല. മാഷിന്റെ നമ്പർ കാണാതെ അറിയാനും വേണ്ട. തൃശ്ശൂർക്കുള്ള ട്രെയിനും വന്നു. ആ കുട്ടിയാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരികയും ചെയ്തു. ഗംഗയെ പകർത്തി വച്ചിരിക്കുന്നത് പോലെയല്ലേ. അച്ഛനാരാണെന്ന് പ്രത്യേകം പറയേണ്ട ഒരു ആവശ്യമില്ല. എന്നാലും ഇത് വല്ലാത്തൊരു ചെയ്ത്തായി പോയെന്റെ മാധവ മാഷേ. പറഞ്ഞല്ലോ വാരേ, ഇന്നേ ദിവസം വരെ ഞാൻ അറിയാത്ത കാര്യമാണ് ഈശ്വര സത്യം. വാര ആശയക്കുഴപ്പത്തിലല്ലേ ആയുള്ളൂ. എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഓർക്കാപ്പുറത്ത് വീട്ടിലേക്ക് കയറി വരാണ് കുട്ടി. ഗംഗമോളാന്ന് ഞാനാദ്യം വിചാരിച്ചത്. മറ്റൊരു വലിയ സത്യമാണ് മുമ്പിൽ നിൽക്കുന്നത് എന്നറിഞ്ഞ ആ നിമിഷം ഇപ്പോഴും ഓർക്കുമ്പോൾ അതിശയ. ഞാൻ ആ അവസ്ഥ എങ്ങനെ മറികടന്നു എന്ന്. ശാരദാമ്മയും ഗംഗയും ആ സമയത്ത് വീട്ടിലില്ലാതിരുന്നത് ഭാഗ്യം. ഭാഗ്യോ? മഹാഭാഗ്യം എന്ന് പറയണം. അവരുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴീ അവസ്ഥയിൽ ഞാനിവിടെ ഉണ്ടാവില്ല. ദൈവാധീനം എന്നേ പറയാവുള്ളൂ. ദൈവത്തിന് മാത്രമല്ല, ദേവികയ്ക്കും നന്ദി പറയണം. ഇക്കാലം അത്രയും ഇങ്ങനൊരു വലിയ രഹസ്യം ഉള്ളിൽ സൂക്ഷിച്ച് ഒതുങ്ങി കഴിയാൻ ഏതൊരു സ്ത്രീയാ തയ്യാറാവുക? ദേവിക സഹിച്ചത് അവൾക്കോ ആ മകൾക്കോ വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാ. എന്റെ കുടുംബം തകരരുത് എന്നോർത്തിട്ടാ. എങ്ങനെ നന്ദി പറഞ്ഞാലാ പകരാവുക? ഇപ്പോ മകൾ എന്നെ കാണണമെന്ന് ശാഠ്യം പിടിച്ചപ്പോഴും ദേവിക എതിർത്തു അത്രേ. പക്ഷെ കൃഷ്ണ അത് വകവെച്ചില്ല. എന്നെ കണ്ടേ അടങ്ങൂന്നുള്ള വാശിയായി. ആരുടെയാ മോള്? ഒന്നിനും വേണ്ടിയിട്ടല്ല. അച്ഛൻ എന്നൊരാൾ ജീവിച്ചിരിക്കുന്ന സ്ഥിതിക്ക് അനുഗ്രഹം വാങ്ങിയിട്ടേ കല്യാണത്തിനുള്ളൂ എന്നാണ് കൃഷ്ണയുടെ നിലപാട്. അതിന്റെ പേരിൽ അമ്മയും മോളും തമ്മിൽ വഴക്കം ഉണ്ടായിട്ടുണ്ടാവും. ഒടുവിൽ മോള് ജയിച്ചു. ഒന്നോർത്താൽ അതൊരു മകളുടെ അവകാശമാണ്. മാഷിന്റെയും മനപ്രയാസവും കുറ്റബോധവും തെറ്റാണെന്ന് ഞാൻ പറയില്ല. അതേസമയം ഇപ്പുറത്തൊരു വലിയ സത്യമുണ്ട്. മാഷിന്റെ കുടുംബം, ഭാര്യയും 2 മക്കളും, അവരുടെ ജീവിതം. ശാരദാമ്മയ്ക്ക് നിങ്ങൾ കൺകണ്ട ദൈവമാണ്. മക്കൾക്കോ സ്നേഹനിധിയായ അച്ഛൻ. മറ്റൊരു മകളെക്കുറിച്ചോ അവളുടെ അമ്മയെക്കുറിച്ചോ ഉള്ള ചെറിയൊരു സൂചന പോലും അവർക്ക് താങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? മാഷ് ദേവിക ടീച്ചറെ പ്രശംസിച്ചല്ലോ. അവരുടെ നന്മയെ ഞാനും അംഗീകരിക്കുന്നു. മാധവ മാഷിന്റെ കുട്ടിയെ പ്രസവിക്കേണ്ടി വന്നെങ്കിലും അവർ ഒഴിഞ്ഞു മാറി ഒതുങ്ങിക്കൂടി. മാഷു പറഞ്ഞതുപോലെ നിങ്ങളുടെ കുടുംബത്തിന്റെ സുരക്ഷിതത്വം ഓർത്ത് ഞാനൊരു കാര്യം പറയട്ടെ. ഇനി മാഷായിട്ട് കുടുംബത്തിന്റെ ഈ ഭദ്രത തകർക്കരുത്. പരദൂഷണവും ഏഷണിയും പറയാൻ പെണ്ണുങ്ങൾക്ക് പ്രത്യേക വൈഭവം ഉണ്ടെന്നൊരു ധാരണയുണ്ട്. സ്വന്തം കാര്യം വരുമ്പോ സ്ത്രീകൾ നേരെ തിരിച്ചാണ്. തന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു രഹസ്യവും ഒരു സ്ത്രീയും പുറത്തു പറയില്ല. എത്ര വർഷം വേണമെങ്കിലും അവരത് മനസ്സിൽ സൂക്ഷിക്കും. നമ്മൾ ആണുങ്ങളുടെ കാര്യം അങ്ങനെയൊന്നും അല്ല. വലിയ വീരസ്യങ്ങളൊക്കെ പറയും. എപ്പോഴെങ്കിലും നാവിൻ തുമ്പിൽ നിന്ന് പറയാൻ പാടില്ലാത്ത രഹസ്യം പുറത്തു വരികയും ചെയ്യും. ഇല്ല വരേ, എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റില്ല. കാരണമുണ്ട്. അന്ന് അച്ഛന്റെ നിർബന്ധത്തിനാണ് ശാരദയെ കെട്ടിയതെങ്കിലും അവൾ എൻ്റെ ജീവിതത്തിന്റെ വിളക്കായി മാറുകയായിരുന്നു. സന്തോഷത്തിലും സങ്കടത്തിലും കൂടെ നിന്നു. ഇപ്പത പെൻഷനായി. ഇനി വാർദ്ധക്യത്തിന്റെയും വല്ലായ്മയുടെയും സമയമാണ്. ഏതവസ്ഥയിലും ഒരു ഊന്നുവടിയായി ശാരദ കൂടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അത്രയ്ക്കും വരില്ല ഒരു ഭാര്യ.
ദേവികയെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ പോലെ പ്രശ്നമില്ലാത്തൊരു ദാമ്പത്യം ഉണ്ടാകുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള ശാരദയെ മറന്നാൽ, അവൾ പ്രസവിച്ച എൻ്റെ 2 മക്കളെ മറന്നാൽ പിന്നെ ഞാൻ ആരാടോ? മനുഷ്യനാണോ? അറിയാം മാഷെ. എന്നാലും വേറിട്ടൊരു കുടുംബമായി വിചാരിക്കാത്തത് കൊണ്ട് മനസ്സിൽ തോന്നിയ ആശങ്ക ഞാൻ പങ്കുവച്ചതാണ്. എന്ന് കരുതി എനിക്ക് ദേവികയും കൃഷ്ണമോളെ തഴയാനും വയ്യ. അതും മനുഷ്യത്തില്ലായ്മയാവില്ലേ? നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയൊരു കാര്യമുണ്ട്. ഒരു വിഷമവും എന്നെ അറിയിക്കാതെ മോളെ ദേവിക വളർത്തി. ഒരിക്കൽ പോലും എൻ്റെ മുമ്പിലേക്ക് വന്നിട്ടില്ല. അങ്ങനെയുള്ള ദേവിക വെറൊരു അന്യ സ്ത്രീയല്ല, എൻ്റെ കുട്ടിയുടെ അമ്മയാണ്. അത് നമ്മൾ മറക്കാൻ പാടില്ല.